കാസർഗോഡ് മാവുങ്കാലിൽ ദേശീയപാതയോരത്ത് വെള്ളക്കെട്ട് രൂക്ഷം. പ്രദേശത്ത് BJP പ്രവർത്തകർ ഇപ്പോൾ പ്രതിഷേധിക്കുകയാണ്. ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. അതേസമയം കാസർഗോഡ് കുമ്പളയിൽ ശക്തമായ കാറ്റിൽ കെട്ടിടത്തിന്റെ ഇരുമ്പ് മേൽക്കൂര റോഡിലേക്ക് വീണു. ആർക്കും പരിക്കില്ല. അരുൺ പാർക്കൽ നമ്മളോടൊപ്പം ചേരും അല്പസമയത്തിനകം. കാസർഗോഡ് നിന്ന് ഇപ്പോൾ നമ്മൾ കാണുന്നത് ആ ഇരുമ്പ് മേൽക്കൂര തകർന്ന് വീണ് കിടക്കുന്ന ദൃശ്യങ്ങളാണ്. ഭാഗ്യത്തിന് ആർക്കും പരിക്കുണ്ടായിട്ടില്ല. കുമ്പളയിലാണ് ഈ സംഭവം. ശക്തമായ കാറ്റിലാണ് കെട്ടിടത്തിന്റെ ഇരുമ്പ് മേൽക്കൂര റോഡിലേക്ക് തകർന്നു വീണിരിക്കുന്നത്. വെള്ളക്കെട്ട് രൂക്ഷമായിരിക്കുന്നു മാവുങ്കാലിൽ ദേശീയപാതയോരത്ത്. അതിൽ ആ പ്രദേശത്തെ BJP പ്രവർത്തകർ ഇപ്പോൾ പ്രതിഷേധിക്കുകയാണ്. അതിന്റെ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് വരാം. വിവരങ്ങളുമായി അരുൺ പൂപ്പറമ്പ ഞങ്ങളുടെ പ്രതിനിധി, അരുൺ പാറക്കൽ ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് കാസർഗോഡ് നിന്ന്. അരുൺ, എന്താണ് ഇപ്പോൾ അവിടുത്തെ നിലവിലെ സാഹചര്യം? എവിടെയെങ്കിലും ആർക്കെങ്കിലും എന്തെങ്കിലും അപകടങ്ങളുണ്ടോ? ഇപ്പോൾ ഈ കാണുന്ന ദൃശ്യങ്ങൾ ഈ വലിയ ഇരുമ്പ് മേൽക്കൂര റോഡിലേക്ക് വീണ് കിടക്കുന്നതാണ്. ശക്തമായ കാറ്റിലായിരിക്കുമല്ലോ ഇത് സംഭവിച്ചിട്ടുണ്ടാവുക. ശക്തമായ കാറ്റും അതിതീവ്രമായ മഴയും കാസർഗോഡ് ജില്ലയിലെ പലയിടങ്ങളിലും പെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. ശക്തമായ കാറ്റാണ് ഇവിടെ കാസർഗോഡ് പല ഭാഗങ്ങളിലും വീശുന്നത്. കാസർഗോഡ് കുമ്പളയിലാണ് ഈ മൂന്ന് നില കെട്ടിടത്തിൽ സ്ഥാപിച്ച കൂറ്റൻ ഇരുമ്പ് മേൽക്കൂര റോഡിൽ തകർന്നു വീണത്. കുമ്പള ബദിയെടുക്ക KSTP റോഡിലെ ഒബർല കോംപ്ലക്സ് കെട്ടിടത്തിലാണ് ഈ ഒരു ഇരുമ്പ് മേൽക്കൂര തകർന്നു വീണത്. ഇന്ന് പുലർച്ചയോടുകൂടിയായിരുന്നു ഈ അപകടമുണ്ടായത്. ആ സമയത്ത് വാഹനങ്ങളൊന്നും ഇല്ലാത്തതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത്. അതുപോലെയാണ് ഈ കാസർഗോഡ് മാവുങ്കൽ പ്രദേശത്ത് ഈ ദേശീയപാതയുടെ നിർമ്മാണം നടന്നതിന് ശേഷം അവിടെ ഈ ഡ്രൈനേജ് കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നില്ല. വെള്ളക്കെട്ട് രൂക്ഷമാവുകയാണ്. BJP പ്രവർത്തകരുടെ വലിയ തോതിലുള്ളൊരു പ്രതിഷേധം കഴിഞ്ഞ 2 ദിവസമായി അവിടെ ഉണ്ടായിരുന്നു. ഇന്നും ഇപ്പോൾ അവർ പ്രതിഷേധിച്ചിട്ടുണ്ട്. ശക്തമായ മഴ പെയ്യുമ്പോൾ ഈ സർവീസ് റോഡിലൊക്കെ വെള്ളം കയറുന്നൊരു സാഹചര്യമുണ്ട്. സർവീസ് റോഡിൻ്റെ പല ഭാഗങ്ങളും ഇടിയുന്നത് ആദ്യ മഴയിലൊക്കെ നമ്മൾ കണ്ടതാണ്. അതാണിപ്പോൾ ഈ BJP പ്രവർത്തകർ ചൂണ്ടിക്കാട്ടുന്നത്. അതിനൊരു ശാശ്വത പരിഹാരം വേണം. പ്രത്യേകിച്ച് ഈ മേഘ കൺസ്ട്രക്ഷൻ കമ്പനിയാണ് ഈ പ്രദേശത്തെ നിർമ്മാണ ചുമതല നടത്തുന്നത്. അവർ അവിടെ ഡ്രൈനേജ് സ്ഥാപിക്കുന്നില്ല എന്നാണ് ഈ BJP പ്രവർത്തകർ പറയുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് കോട്രോത്തുരുത്തിയിലാണ്. ഇത് നീലേശ്വരം ഭാഗത്താണ്. ഇവിടെ ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയും എൻ്റെ കാലിൻ്റെ മുട്ടുവരെ വെള്ളം നിറഞ്ഞ ഒരു സാഹചര്യമാണ്. ഇവിടെ ഒട്ടേറെ വീടുകളുണ്ട്. 60 വീടുകളിൽ നിന്ന് ആളുകളെ ഇപ്പോൾ നിലവിൽ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. വലിയ തോതിൽ കൃഷിയിടത്തിലുമൊക്കെ വെള്ളം കയറിയ സ്ഥിതിയാണ്. തേജസ്വിനി പുഴ കരകവിഞ്ഞതാണ് ഇത്തരത്തിലുള്ളൊരു വെള്ളക്കെട്ടിന് കാരണമായിരിക്കുന്നത്. ഈ വെള്ളം ഈ വീടുകളിലെ ദൃശ്യം നമുക്കൊന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാവും വെള്ളം എത്രത്തോളം അകത്തേക്ക് കയറിയിട്ടുണ്ട്. ആ തെങ്ങിൻ്റെയൊക്കെ ഒരു പകുതി വരെ വെള്ളം ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നൊരു സ്ഥിതിയാണ്. ആ മതിലൊക്കെ ഏകദേശം പകുതി വരെ വീട്ടുമതിലൊക്കെ പകുതി വരെ വെള്ളത്തിൽ മുങ്ങിയ ഒരു അവസ്ഥയാണ്. എന്തായാലും ഈ പ്രദേശത്തെ ആളുകളെ നിലവിൽ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. 60 വീടുകളിലാണ് നിലവിൽ വെള്ളം കയറിയിരിക്കുന്നത്. കുറെ പേരെ അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുമ്പോഴും വളരെ സൂക്ഷിച്ചും ശ്രദ്ധിച്ചും വേണം അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യാൻ. കാരണം അവിടെ കുഴികളൊക്കെ ഉണ്ടോ ഏതെങ്കിലും പ്രദേശത്ത്, അതുപോലെ തന്നെ എന്തെങ്കിലും കനാലോ ഒക്കെ ഉണ്ടോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് വേണം ഈ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അരുൺ, ഈ മേഖലയിൽ, അതായത് ഇപ്പോൾ അരുൺ നിൽക്കുന്ന ഈ ഏതാണ്ട് അരമതിലോളം വെള്ളം കയറിക്കഴിഞ്ഞ ഈ പ്രദേശത്തെ മുഴുവൻ ആളുകളെയും, ആ വീടുകളിലെ മുഴുവൻ ആളുകളെയും മാറ്റിപ്പാർപ്പിച്ചിരിക്കുകയാണോ? ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നുണ്ടോ കാസർഗോഡ് ഇപ്പോൾ? എന്തൊക്കെയാണ് മറ്റ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ? ആരെങ്കിലും ഏതെങ്കിലും വീടുകളിൽ ഒറ്റപ്പെട്ട് കിടക്കുകയോ കുടുങ്ങിക്കിടക്കുകയോ ഒന്നും ചെയ്യുന്നില്ല എന്ന് കരുതാം, അല്ലേ? ഈ പ്രദേശങ്ങളിലെ ആളുകളെയൊക്കെ നിലവിൽ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ വളരെ കുറച്ച് ആളുകൾ, അതായത് ഈ വീട്ടുകാരൊക്കെ തന്നെ ഈ വീടും പരിസരവും നോക്കുന്നതിന് വേണ്ടി അവർ ഇങ്ങനെ ഇടയ്ക്ക് ഈ ഭാഗത്തൊക്കെ വന്നു പോകുന്നുണ്ട്. അങ്ങനെയുള്ള കാഴ്ചകൾ മാത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ. മറ്റാളുകളെയൊക്കെ ഇവിടെ നിന്ന് മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. ഈ ക്യാമ്പുകൾ, ദുരിതാശ്വാസ ക്യാമ്പുകൾ പറമ്പ LP സ്കൂളിലാണ് നിലവിൽ തുറന്നിരിക്കുന്നത്. അതായത് വെള്ളരിക്കുണ്ട് താലൂക്കിലാണ്. അവിടെ 10ഓളം കുടുംബങ്ങളെ അങ്ങോട്ട് മാറ്റിപ്പാർപ്പിച്ചു എന്ന് അവിടുന്ന് വെള്ളരിക്കുണ്ട് താലൂക്കിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരമുണ്ട്. ഈ പ്രദേശത്തുള്ള ആളുകളെ ബന്ധുവീട്ടിലേക്കാണ് നിലവിൽ മാറ്റിപ്പാർപ്പിച്ചിരിക്കുന്നത്. അത് 60ഓളം കുടുംബങ്ങളെ അങ്ങോട്ട് മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു ചേട്ടൻ അവിടെ നിന്ന് നടന്നു വരുന്ന ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആ പ്രദേശത്തൊക്കെ മുട്ടുവരെ വെള്ളം കയറിയ സാഹചര്യമാണുള്ളത്. എന്തായാലും അവിടെ നിന്നൊക്കെ ആളുകളെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. അതിതീവ്ര മഴയാണ് കാസർഗോഡ് ജില്ലയിൽ ഇന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ നദികളുടെ കാര്യം പരിശോധിക്കുകയാണെങ്കിൽ ഉപ്പള, പൈവളിക, അതുപോലെ തന്നെ മൊഗ്രാൽ പുത്തൂർ,
മധുവാഹിനി പുഴ, തേജസ്വിനി പുഴ, ചന്ദ്രഗിരി പുഴ ഈ നദികളിലൊക്കെ തന്നെ ജലനിരപ്പ് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയും ജലനിരപ്പ് ഉയരാനുള്ളൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തീരദേശത്ത് ഈ നദീതീരങ്ങളിൽ താമസിക്കുന്ന ആളുകൾ ജാഗ്രത പാലിക്കണമെന്ന് അറിയിച്ചിട്ടുണ്ട്. കുഞ്ചത്തൂർ മുതൽ കോട്ടക്കുന്ന് വരെയുള്ള പ്രദേശങ്ങളിൽ അതിശക്തമായ തിരമാലയുണ്ടാവും. മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണമെന്നും ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട്. GK.